നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലക്ഷ്മി ദേവി വാസമുള്ള 5 നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുകയാണ്. അതായത് ലക്ഷ്മി ദേവി ഉള്ളിലും ഭവനങ്ങളിലും വസിക്കുന്ന, അതായത് ഒരു വ്യക്തിയുടെ ഉള്ളിലും ഭവനത്തിലും ഉള്ളിലും വസിക്കുന്ന 5 നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പറയുന്നത്. ഈശ്വര ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ, പല സന്ദർഭങ്ങളിൽ നിന്നും നമുക്ക് രക്ഷാ കവചമായ ഒരു ശക്തി തന്നെയാകുന്നു. അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ സാമ്പത്തികവും മാനസികവും ശാരീരികവുമായ എല്ലാത്തര അനുഗ്രഹങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അതായത് ലക്ഷ്മി ദേവിയുടെ വാസം ഒരു കുടുംബത്തിലില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആ കുടുംബത്തിൽ ധാരാളം ദോഷങ്ങളുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ആ കുടുംബത്തിൽ എന്താണ് ദോഷം എന്നുള്ളതിന് പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ഒരു കുടുംബത്തിൽ ദോഷം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ലക്ഷ്മി ദേവിയുടെ വാസം ആ കുടുംബത്തിലില്ല. അതുകൊണ്ട് തന്നെ ധാരാളം പ്രശ്നങ്ങളാണ് ആ കുടുംബത്തിലേക്ക് കണ്ടുവരുന്നത്. അതുപോലെ തന്നെയാണ് അത്തരം പ്രശ്നങ്ങളെയൊക്കെ പരിഹരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിലേക്ക് എത്തിക്കുവാനായിട്ട് കുറച്ച് പരിഹാരങ്ങളുണ്ട്. അത് മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന 5 നക്ഷത്ര ജാതകരെ കുറിച്ചാണ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് കരുതുകയാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അനുഗ്രഹമെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ. അപ്പോൾ ഇനി ഫലത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. കാർത്തിക നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുകയാണെങ്കിൽ ലക്ഷ്മി ദേവി വാസം ഏറ്റവും കൂടുതൽ ഇവർ താമസിക്കുന്ന ഭവനങ്ങളിലും ഇവരുടെ ജീവിതങ്ങളിലും ഉണ്ടാകും എന്നുള്ളതാണ്. ഇവർ ഇന്ന് വരെ അനുഭവിച്ച എല്ലാ പ്രതിസന്ധികളും ഇവർ മറികടക്കും. ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകും. അതുപോലെ തന്നെ ഇവരുടെ കഷ്ടതകൾക്കും അതുപോലെ തന്നെ പ്രയാസങ്ങൾക്കും എല്ലാം ഒരു മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. ഒത്തിരി അനുഗ്രഹമാണ് ഈ നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ ഫലം എന്ന് പറയുന്നത് ഏറ്റവും ഉത്തമം തന്നെയാകുന്നു. കാർത്തികയാണ് ഒന്നാമത്തെ നക്ഷത്രം. ഇനി രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. തിരുവാതിര നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിൽ ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരു നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർ ഏത് ഭവനത്തിലുണ്ടോ ആ ഭവനക്കാരും അതുപോലെ തന്നെ ഇവർ വസിക്കുന്ന ഇടവുമൊക്കെ വളരെയധികം അനുഗ്രഹപ്രദമായിരിക്കും. ലക്ഷ്മി ദേവിയുടെ വാസം എപ്പോഴും ഇവരുടെ കൂടെ ഉണ്ടായിരിക്കും. ഇനി മൂന്നാമത്തെ നക്ഷത്ര ജാതകർ അവിട്ടം നക്ഷത്ര ജാതകരാണ്. ലക്ഷ്മി ദേവി വാസം ഏറ്റവും കൂടുതലുള്ളതിൽ മൂന്നാമത്തെ ഒരു നക്ഷത്രമാകുന്നു ഈ അവിട്ടം നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത്. ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളിലൊതുക്കി ജീവിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഈശ്വരാനുഗ്രഹം ലഭിക്കുവാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ തന്നെയാകുന്നു. നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകയിരം നക്ഷത്ര ജാതകരാണ്. മകയിരം നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിൽ ഒത്തിരി സൗഭാഗ്യങ്ങൾ ലഭ്യമാകും. അതുപോലെ തന്നെ ഒരുപാട് അനുഗ്രഹമുള്ള, ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിക്കുന്ന, എല്ലാ കഷ്ടതയിൽ നിന്നും ഒരു ആശ്വാസം ലഭിക്കുന്ന ഒരു നക്ഷത്ര ജാതകരാണ് ഈ നക്ഷത്ര ജാതകർ. അതുപോലെ തന്നെയാണ് അടുത്ത അഞ്ചാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് പുണർദം നക്ഷത്ര ജാതകരാണ്. ഇവർ വസിക്കുന്ന വീടുകളിലും ഇവരുടെ ഉള്ളുകളിലും ഇവരുടെ ജീവിതങ്ങളിലും ഒക്കെ ലക്ഷ്മി ദേവി വാസം ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ 5 നക്ഷത്ര ജാതകർ. ഈ നക്ഷത്ര ജാതകരെയും മറ്റു നക്ഷത്ര ജാതകരെയും ഈശ്വരൻ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.